തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ലാൽജി കൊളനൂർ കൊലക്കേസിൽ 9 പ്രതികളെയും വെറുതെ വിട്ടു. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തെളിവുകളുടെ അഭാവത്തിലാണ് ഈ കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫിജി, ഈ കൊലപാതകം ഉണ്ടാകുന്നത് 2013 ഓഗസ്റ്റിലാണ്. ബൈക്കിലെത്തിയ സംഘമാണ് അയ്യന്തോളിൽ വെച്ച് ലാൽജിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം നടക്കുമ്പോൾ ലാൽജി അയ്യന്തോൾ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സെൽ ചെയർമാനും കൂടിയായിരുന്നു. ഈ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കമായിരുന്നു, യൂത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമായിരുന്നു തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കം തുടർന്നുണ്ടായ സംഘർഷവുമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. 10 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. ഒരു പ്രതി നേരത്തെ മരണപ്പെട്ടിരുന്നു. ബാക്കി 9 പ്രതികളെയാണ് ഇന്ന് കോടതി വെറുതെ വിട്ടത്. ഈ കേസിൽ 20 സാക്ഷികൾ ഉണ്ടായിരുന്നു. ഇതിൽ 2 ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. ഇവരുൾപ്പെടെ ചില ഈ 20 സാക്ഷികളിൽ ഈ 2 ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ചില സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ തെളിവുകളുടെ അഭാവം ഉണ്ടായി. ഇതെല്ലാം കണക്കിലെടുത്താണ് കോടതി ഈ 9 പ്രതികളെയും വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കൊലപാതകം നടക്കുന്ന അതേ വർഷം 3 മാസത്തിനിടയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് ഒഴുകിനെ തുടർന്നുണ്ടായ രണ്ടാമത്തെ കൊലപാതകമായിരുന്നു ഈ ലാൽജിയുടേത്. ഏപ്രിലിൽ നടന്ന യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് മധു ഈച്ചരത്ത് ആണ് ആദ്യം കൊല്ലപ്പെട്ടത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ലാൽജിയും കൊല്ലപ്പെടുന്നത്. ഈ മധു ഈച്ചരത്ത് കൊലക്കേസിലെ പ്രതി പ്രേംജിയുടെ സഹോദരൻ കൂടിയായിരുന്നു ഈ ലാൽജി. ഐ ഗ്രൂപ്പുകാരായിരുന്നു ഇരുവിഭാഗവും, മധുവും ലാൽജിയും എല്ലാം. കോൺഗ്രസ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇരുവരും തമ്മിൽ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നേരത്തെ കൊല്ലപ്പെട്ട മധുവിന്റെ നോമിനിക്കെതിരെ പ്രേംജി മത്സരിച്ച് ജയിച്ചതോടെ പ്രേംജിയുടെ വീട്ടിൽ കയറി മധുവും സംഘവും ആക്രമിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് അന്ന് മധുവിനെ കൊലപ്പെടുത്തിയത്. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ പ്രേംജിയുടെ സഹോദരൻ ലാൽജിയുടെ കൊലപാതകം ഉണ്ടായത്. ഈ ലാൽജി ലാലൂരായിരുന്നു ആ സമയത്ത് താമസിച്ചിരുന്നത്. അയ്യന്തോളിലുള്ള മാതാപിതാക്കളെ കാണാനെത്തിയ സമയത്തായിരുന്നു ഈ ലാൽജിയെ ബൈക്കിലെത്തിയ സംഘം കൊലപ്പെടുത്തി. എന്തായാലും തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസിലെ 9 പ്രതികളെയും കോടതി ഇപ്പോൾ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഫിജി. ശരി അനീഷ്.